അപ്പം ഇന്ന് നമുക്ക് ക്ലേ ഉപയോഗിച്ചൊരു മാതാവൻ ഉണ്ടാക്കിയല്ലോ. സംഭവം ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങൾക്ക് ചെയ്യണത്. പണ്ട് ചെറുപ്പത്തിൽ പറമ്പിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആ മണ്ണുകൊണ്ട് നമ്മൾ കുഴമ്പി ഇതുപോലെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയത് എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. എന്തായാലും ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഒരു ലേസി ഡേസി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിൽ ആ പെണ്ണ് ചെയ്യണ കണ്ട് എനിക്ക് എൻ്റെ പഴയ ആഗ്രഹങ്ങൾ അങ്ങോട്ട് പൊടി തട്ടിയെടുക്കാൻ കൊള്ളാമെന്ന് തോന്നി. ഞാൻ ആദ്യം ഉണ്ടാക്കാൻ നോക്കിയത് ഒരു പാണ്ടാടതായിരുന്നു. പക്ഷെ അത് പൊട്ടി പോവായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് കട്ടി കുറയും തോറും മണ്ണിൻ്റെ കട്ടി കുറയും തോറും അത് ഉണങ്ങുമ്പോൾ പൊട്ടിപ്പോകും എന്നുള്ളത്. അപ്പം ഞാനതൊരു മാറ്റി മാതാവിനെ പിടിക്കാം എന്നുള്ള രീതിയിലാണ്. അതങ്ങനെയാണ് ആദ്യം തന്നെ ചെറുതിൽ പിടിക്കില്ല, വലുതിൽ കയറി പിടിക്കണം. പക്ഷേ ആ വലുതിൽ കയറി പിടിച്ചിട്ട് അത് വിജയിച്ചാണ്ടല്ലോ നമുക്കുള്ള ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. സംഭവം എനിക്ക് ക്ലേ മോഡലിങ്ങിൻ്റെ 4 കൊല്ലത്തെ ഡിഗ്രി കോഴ്സ് ചെയ്യണതായിരുന്നു. പക്ഷെ എല്ലാവരും എന്നോട് ചോദിച്ചു, ആദ്യം ചോദിച്ചിട്ട് എന്ത് ജോലി കിട്ടാനത് പഠിച്ചിട്ടെന്ന്. സംഭവം ശരിയല്ലേ, അന്ന് ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റ അത്ര ഫേമസ് ഒന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പം ഇതേ ക്ലേ കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കണം കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഏത് നേരത്താണാവോ എന്ന് തോന്നിപ്പോവുക. എന്തായാലും ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല, നമുക്ക് പോയി പഠിക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിലും ഇതേപോലെ ഇൻസ്റ്റാ പേജുകളൊക്കെ കണ്ട് പ്രചോദനം ചെയ്യുന്നത് അങ്ങനെ ഒരു വീടുണ്ടല്ലോ, അത് നോക്കി നമുക്ക് ചെയ്യാം. സംഭവം ആ പേജ് തന്നെ അത്യാവശ്യം എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യണേ എന്നുള്ളത് ഒരു ഏകദേശ രൂപത്തിൽ മനസ്സിലാക്കിയെടുത്തു. പിന്നെ നമുക്ക് വരയ്ക്കാൻ അത്യാവശ്യം കഴിവുകളുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പാണ്ട ചുറ്റിപ്പോയ സങ്കടത്തിൽ കാരണം 2-3 മണിക്കൂർ ഇരുന്നിട്ടാണ് ആ പാണ്ടനെ ഞാനൊരു രൂപത്തിലേക്ക് ആക്കിയെടുത്തത്. പക്ഷെ അത് ചുറ്റിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല, ചെറുതിലേക്ക് പിടിക്കാണ്ട് വലുതിലേക്കാണ് കയറി പിടിച്ചത്. അത് മാതാവിൻ്റെ രൂപത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അപാര തൊലിക്കെട്ടിയ തന്നെ എനിക്കുള്ളത്. സംഭവം ഞാൻ മുഖത്തിന് ഫീച്ചേഴ്സ് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ വേണ്ട, അത് ചിലപ്പോൾ കുളയി കയ്യിൽ കിട്ടും. മുഖത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് വേണം. നമ്മൾ സ്റ്റാർട്ടിങ് നമ്മുടെ ക്ലേ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ടെറാക്കോട്ട ജ്വല്ലറീസ് ചെയ്യാന്നുണ്ടെങ്കിലും നമ്മൾ രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യണത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അങ്ങനെ ക്രോഷറ്റും ജ്വല്ലറി മേക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ അടുത്തതായി സ്റ്റാർട്ട് ചെയ്യണതാണ് ക്ലേ മോഡലിങ്. നമ്മളൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മളെല്ലാത്തിലും നമ്മുടെ കഴിവ് എന്താ പറയുക, കഴിവ് കാണിച്ചിരിക്കണം. ഞാൻ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, കാരണം എനിക്ക് അതിൻ്റേതായിട്ടുള്ള ടൂളോട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ക്ലേ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അവർ ടൂളും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതായത് 2 കിലോന് കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഒരു ടൂൾ ഫ്രീ ആയിട്ട് തരും. 1 കിലോ വാങ്ങിക്കണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ ടൂൾ നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. പക്ഷേ ഇതിൻ്റെ കളറടിക്കാനുള്ള പെയിൻറ്റിങ് ഒറ്റ സാമഗ്രികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പണ്ടത്തെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അതെനിക്ക് ലാസ്റ്റ് ഒരു 8ൻ്റെ പണിയായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായത്. പാട്ടേൺ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു പെൻസിൽ സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അത് ചീറ്റിപ്പോയപ്പോൾ പിന്നെ എനിക്കൊന്നൊരു മനസ്സ് തോന്നിയില്ല. കാരണം ക്ലേ വരുമ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ക്ലേ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ മാതാവിന് ചെയ്യുന്നുള്ളത്. അത് വിട്ട് പാണ്ടേനെ ചെയ്ത് പാണ്ട ചൂറ്റിപ്പോയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ മാതാവിന് ചെയ്യാനല്ലേ വിചാരിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും മാതാവിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തു. പക്ഷെ ആ ചേച്ചി ഡൗട്ടുകളൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ യൂട്യൂബിൽ തപ്പിയിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഒരറിവും ഒരു സാധനത്തിനെ കുറിച്ച് കിട്ടാണ്ട് പോയത് അതിനെ കുറിച്ചിട്ടായിരിക്കും. ഇനി ഞാൻ സെർച്ച് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഡൗട്ട് ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അയ്യോ, ഒരു ജലദോഷവും പനിയും വന്നു പോയി എന്നത് സൗണ്ട് കൊടുക്കുമ്പോൾ ലേശം ഒരു ബുദ്ധിമുട്ടുണ്ട്, വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഇത് ഉണങ്ങാൻ അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ രൂപങ്ങൾ ഇതൊക്കെ ഉണങ്ങാനായിട്ട് 2-3 ഡേയ്സ് എടുക്കുമെന്ന്. പക്ഷെ ഫസ്റ്റ് ടൈം ചെയ്ത ഒരു എന്താ പറയുക ഒരു ആകാംക്ഷ കാരണം എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. അത് വേഗം കളർ ചെയ്ത് പെയിൻ്റ് അടിച്ച് കാണാമെന്നുള്ളൊരു ആകാംക്ഷ മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് 2 ദിവസം ആകുമ്പോഴേക്കും 2 ദിവസം അവനെ കംപ്ലീറ്റ് ചെയ്തില്ല. 1 ദിവസം ആകുമ്പോഴേക്കും ഞാനതെടുത്ത് പെയിൻ്റ് അടിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ആ വെള്ള പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അതായത് മണ്ണും അങ്ങനത്തെ കാരണം വെള്ള പെയിൻറ്റും മണ്ണും കൂടി കൂട്ടി യോജിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണിപാളെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഹെഡിൽ മാത്രം ഒരു തുണ്ടടിച്ചിട്ട് ഞാൻ പിന്നെ ഉണക്കാൻ വെക്കാട്ടാണ് ചെയ്തത്. ഇതിൻ്റെ കാലിൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്, കാരണം നമുക്കത് അത്ര ഭംഗി തോന്നിയില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ആ വെള്ള പെയിൻ്റ് അടിച്ച് അതും അങ്ങോട്ടായിട്ട് പോയി ഞാൻ കളറടിച്ച്. അപ്പോഴും ഞാനൊരു ബുദ്ധിമുട്ടി ആ കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി. ലാസ്റ്റ് ഞാൻ ഫുള്ളും കംപ്ലീറ്റായിട്ട് ഉണങ്ങി ആദ്യം മുതൽ പെയിൻ്റ് അടിച്ചു. ഒരു ഉപകാരം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ വെള്ള പെയിൻറ്റ് കൈക്ക് കിട്ടി. അങ്ങനെ 3 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ വർക്കൊന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തത്. ആദ്യം ഞാൻ മുഖത്ത് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തു. പക്ഷേ അതെൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറയണേ ഇത് മാതാവല്ല, ഇത് ഏതോ രാജകുമാരിയാണ്. അപ്പം തന്നെ ഞാൻ മുഖത്തിൻ്റെ ആ ഫീച്ചേഴ്സ് അങ്ങോട്ട് എടുത്താൽ കളഞ്ഞ്. പിന്നെ എനിക്കൊരു പണി കിട്ടിയത് സ്കിൻ കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ആ ഫാബ്രിക് പെയിൻറ്റ് ബോക്സിൽ ആ സ്കിൻ കളർ ഉണ്ടാവുന്ന. ലാസ്റ്റ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഓറഞ്ച്, വൈറ്റ്,
റെഡ്, ഈ 3 കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്കിൻ കളർ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഇതൊക്കെ പെയിൻ്റ് അടിച്ച് ഞാൻ കൊള്ളാക്കി വെക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങാണ്ട് അതിൻ്റെ ഫിനിഷിംഗ് ടച്ചിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഇതൊന്നും മനസ്സിലാക്കാണ്ട് എന്നോട് പറഞ്ഞു ഉണങ്ങിയതിന് ശേഷം മാത്രം പെയിൻ്റ് അടിക്കുക എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ചെയ്യണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അത് റെഡി ആയതിനുള്ള എക്സൈറ്റ്മെൻറ്റും കൂടിയിട്ട് ഞാൻ ലാസ്റ്റ് കൊള്ളാക്കി ഒരു പരിശയൊക്കെ എടുക്കുകയാണ് ചെയ്തത്. എന്നാലും ലാസ്റ്റ് ഞാൻ പിന്നെ അതിനെ ഉണങ്ങാനായിട്ട് അനുവദിച്ചു. പിന്നെ കണ്ട ഒലിച്ചിറങ്ങിയത് കണ്ട, ഇതാണ് ഉണ്ടായത്. അതൊരു ഫിനിഷിംഗ് ടച്ച് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ അത് എങ്ങനെയൊക്കെ എടുത്തു. അപ്പം ടാറ്റാ.